നിങ്ങളില്ലാത്തൊന്നുമില്ല. ചേച്ചി വന്നോണ്ട് ഞങ്ങളിന്ന് പോയില്ലേ? ചേച്ചി വന്നോണ്ട് ജോലിക്ക് പോലും പോയില്ലത്. ആക്ച്വലി മാമിനെ കാണാൻ വേണ്ടി ഇവിടെ പലരും ജോലിക്ക് പോയിട്ടില്ലല്ലേ? ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോയിലോട്ട് സ്വാഗതം. ഇപ്പൊ നമ്മുടെ ഇന്നത്തെ സബ്ജക്ട് രേണുസുതിയാണ്. അപ്പം ഇതൊരു റെലവന്റ് ടോപ്പിക് ഒന്നുമല്ല, ജസ്റ്റ് ഫോർ എന്റർടൈൻമെന്റ്. നമ്മൾ എല്ലാവരും ടെൻഷൻ അടിച്ച് ഇരിക്കുകയാണെങ്കിൽ നമുക്കൊന്ന് കണ്ട് രസിച്ച് ചിരിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും കുശലം വർത്താനൊക്കെ പറയാനുള്ള ജസ്റ്റ് ഒരു ചെറിയൊരു ടോപ്പിക്. അപ്പം നമുക്ക് ആദ്യം രേണുസുതിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രോഗ്രാം കൊല്ലം കുണ്ടറയിലായിരുന്നു. അപ്പം അവിടെയാണല്ലോ നമ്മുടെ കൊല്ലം സുധിച്ചേട്ടന്റെ വീടും അവിടെ തന്നെയാണല്ലോ. അപ്പൊ 24 മണിക്കൂറും എന്റെ സുധിച്ചേട്ടൻ എന്ന് പറയുന്ന രേണുസുതി പുള്ളിയുടെ വീട്ടിലോട്ട് പോയില്ല. അത് രേണുസുതി തന്നെ പറയുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഇവിടെ അടുത്തല്ല, കുണ്ടറയല്ലേ, കുണ്ടറ ഇവിടെ അല്ല, കൊല്ലം സിറ്റിയിലാണ്. ഞാനിപ്പോ വെളുപ്പിന് വന്നതേ ഉള്ളൂ. അപ്പം എങ്ങനെയാണെന്നറിയില്ല, പോത്തില്ലായിരിക്കും. എല്ലാരും ഉള്ളപ്പോ തന്നെ ചെല്ലാ പറഞ്ഞത്. എങ്ങനെ എനിക്ക് കുഞ്ഞിനെ കൂടെ കൊണ്ടുവരാൻ സംഭവം മോനില്ല തന്നെ ഈ ഒരു പ്രദേശത്തിലൊക്കെ. രേണു ഈ പറഞ്ഞ അഭിപ്രായത്തിൽ നമ്മൾ നെഗടിക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ രേണു ഇപ്പം സെലിബ്രിറ്റി ആണ്. പിന്നെ അതുമല്ല, ഇനി കൊല്ലത്തോട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മടൽ വെട്ടി അടിക്കുമെന്ന് അറിയത്തില്ല. ഇനി അതുകൊണ്ടാണോ എന്നറിയത്തില്ല. കഴിഞ്ഞിടയ്ക്ക് ബിഗ് ബോസിൽ ഇറങ്ങിയ സമയത്ത് അവര് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അവരുടെ ഫാമിലി ഒരു ബോണ്ട് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം എന്തെങ്കിലും ആകട്ടെ, അപ്പം വലിയ ദൂരമൊന്നും അല്ല കൊല്ലത്ത് നിന്ന് ഈ രേണു ഇന്ന് എന്താണ് പ്രോഗ്രാം പങ്കെടുത്ത സ്ഥലത്ത് നിന്ന് കുണ്ടറയിലോട്ടുള്ള ദൂരം വലിയ ഇതൊന്നുമില്ല. ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ സ്വന്തമായിട്ട് ഇപ്പൊ കാറൊക്കെ ഉണ്ടല്ലോ, വേണമെങ്കിൽ പോയിട്ട് വരാനുള്ളതേ ഉള്ളൂ. കാരണം 24 മണിക്കൂറും എന്റെ സുധിച്ചേട്ടൻ എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ ആ വീട്ടിലോട്ടൊന്ന് കയറാനുള്ള ഒരു മാനസികാവസ്ഥയും കൂടെ കാണിക്കണമായിരുന്നു. പിന്നെ കൊല്ലത്ത് വരുന്നതുകൊണ്ടാണോ എന്നറിയത്തില്ല, പുള്ളിക്കാരി ഉണ്ടല്ലോ അടിപൊളിയായിട്ട് നല്ല സാരിയൊക്കെ കൊടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. അടിപൊളി ലുക്കായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഈ രേണുവിന് മറ്റേ കോലം കെട്ടിനേക്കാളും കൂടുതൽ ചേരുന്നത് ഈ സാധാരണ നമ്മുടെ ഈ നാടൻ തനിമ ആ ഒരു സെറ്റപ്പാണ് രേണുവിന് പിന്നെയും ചേരുന്നതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അപ്പൊ എന്താണെങ്കിലും നമുക്ക് 1 by 1 ആയിട്ട് ഓരോന്നോരോന്നായിട്ട് നമുക്കൊന്ന് നോക്കി പറയാം. അപ്പൊ അടുത്തൊരു വീഡിയോ. ഇല്ല, ആയില്ല, സർവീസ് കൊടുക്കാൻ ആയില്ല. എന്റെ കറങ്ങനോട് എന്നോട് ഞാൻ അടിപൊളി എന്നല്ലേ പറയുന്നത്. ഇല്ല, പഠിക്കത്തില്ല. പണ്ട് ഒരു പ്രാവശ്യം പഠിക്കാൻ ചേർന്നതാണ്. പഠിച്ചൊക്കെ നോക്കിയില്ല, ലേണേഴ്സ് ഒക്കെ കിട്ടുന്നത് നമ്മള് ടെസ്റ്റ് ഒക്കെ ചെയ്യാം. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പിന്നെ പോയില്ല. ചേട്ടനിങ്ങനെ അത് മാത്രം ഞാൻ ആരാടാ ചോദിച്ചത്? രേണുസുതിയുടെ വണ്ടി സർവീസിന് കൊടുക്കാറായിരുന്നു. ഇത്ര ശുഷ്കാന്തി ഉള്ളവൻ ആരാണ് ഈ ഓൺലൈൻ മീഡിയയിലെ? രേണുസുതി ഏറ്റവും ഇവന്മാർക്കറിയാം. ഇവന്മാര് പറഞ്ഞിട്ടാണ് രേണുസുതി ഓരോരോ കാര്യങ്ങൾ ഓർക്കുന്നതിന്. സത്യമാണ് രേണു എപ്പോഴും പറയും എന്റെ കരീഷ്മ, എന്റെ മാനേജർ കരീഷ്മ. രേണു ഒന്നല്ല, ഒരു 9000 മാനേജർമാരാണ് ഈ ഓൺലൈൻ മീഡിയക്കാർക്ക് കുറവ്. എന്നാണ് ഇവിടെ എല്ലാ സംഭവം. രേണു ഇന്ന് പാല് കുടിച്ചു, രേണു ഇന്ന് എന്നാ കഴിച്ചു, രേണു ഉണ്ടോ ഉറങ്ങിയോ എനിക്കറിയത്തില്ല. അതുപോലെ തന്നെ രേണു കാർ സർവീസിന് കൊടുക്കാറായോ? അല്ല, സർവീസിന് കൊടുക്കാറായില്ലെന്നാണ് രേണു പറഞ്ഞത്. അതിന് ആ കാർ ഓടുന്നില്ല, കിലോമീറ്റർ ഒന്നും ഇതുവരെ ആയില്ലേ? ലേണേഴ്സ് എടുത്തോ പഠിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവിടെ ഒരു ലേണേഴ്സ് എടുക്കണമെങ്കിൽ സാമാന്യം എന്തെങ്കിലുമൊക്കെ ഒരു മൂള വേണം. ലേണേഴ്സ് എങ്കിലും എടുക്കണമെങ്കിൽ ഇങ്ങനെ ഇങ്ങോട്ട് കൈ പോകുമ്പോൾ അതെന്താണെന്ന് അറിയുമ്പോഴത്തേക്ക് ടാറ്റ കൊടുക്കുമെന്ന് പറഞ്ഞാൽ പോരാ. അങ്ങനെ പറയുന്ന ടീംസിന് എങ്ങനെ ലേണേഴ്സ് കിട്ടും? ഞാൻ രേണു പറഞ്ഞ ലേണേഴ്സ് കിട്ടിയിട്ട് ഞാൻ ആ വഴിക്ക് പോയില്ല. എനിക്ക് തോന്നുന്നു ഒരു 10 മാർക്കിൽ മിനിമം വാങ്ങണ്ടേ, അതുപോലും ഇല്ല. കാരണം കുറച്ചെങ്കിലും മൂള വേണം ലേണേഴ്സിൽ എഴുതിയെടുക്കണേ. അതുപോലും പുള്ളിക്കാർക്ക് കിട്ടിയിട്ടില്ല. പിന്നെ സുധിച്ചേട്ടൻ ആക്സിഡന്റ് പറ്റിയോണ്ട് പിന്നെ അത് തലയ്ക്ക് വെച്ചിട്ട് ഒഴിയുന്നുണ്ട്. സാധാരണ നമ്മളൊക്കെ ഒരു തവണ വണ്ടിയിൽ നിന്ന് വീണ് കഴിഞ്ഞാലാണ് നമ്മുടെ പേടി അറപ്പൊക്കെ മാറുന്നത്. രേണുവിന് അത് പേടിയായിപ്പോ, ഇനി വണ്ടി തുറക്കില്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഓടിയല്ല, ഒന്ന് ഓടി പൊക്കെ ഞാൻ ആദ്യം ഓടി പോകട്ടെ മുന്നോട്ട്, എന്നിട്ട് ഓടിയൊക്കെ മേടിക്കും. വീട് വെച്ചില്ലല്ലോ, വീടുണ്ടല്ലോ, ഓൾറെഡി ഒരു വീടുണ്ടല്ലോ. ഇനി ചോദ്യം, രേണു വണ്ടി എടുക്കുന്നുണ്ടോ? എടാ, ഷവർലെറ്റിന്റെ സിമ്പിൾ കാണിച്ച ഇത് മറ്റേ ഹോസ്പിറ്റലിന്റെ സിമ്പിൾ എന്ന് പറയുന്ന ഐറ്റമാണ് രേണുസുതി. റെലവന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, ഇതുപോലത്തെ ചോദ്യങ്ങൾ നിങ്ങൾ ദൈവത്തെ ഓർത്ത് രേണുവോട് ചോദിക്കില്ല. അപ്പോഴാണ് ഓടിയാണോ BMW ആണോ എന്ന് ചോദിക്കുന്നത്. അപ്പൊ വേറെ എന്തെങ്കിലും കൊണസ്റ്റ് ചോദ്യം ചോദിക്കുക, അതിനൊക്കെ രേണു ഉത്തരം പറയാം. അല്ലാതെ ഈ ഭാരിച്ച ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കരുത്. അവർക്ക് റിലവന്റ് ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ അത് ചിലപ്പോൾ പുള്ളിക്കാരിക്ക് നിങ്ങൾ ഉദ്ദേശിച്ച ഉത്തരം കിട്ടിയെന്ന് തോന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഷവർലെറ്റിന്റെ സിമ്പിൾ കാണിച്ചാൽ പറയും ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഐറ്റമാണ് അത്. അപ്പൊ എന്നെ പറ്റി പറയുന്നവരെല്ലാം ഇപ്പൊ നേരിട്ട് കാണുമ്പോൾ അവർ പറയത്തില്ലല്ലോ. നേരിട്ട് കാണുമ്പോൾ എനിക്കിപ്പോ അവരെ തല്ലാൻ പറ്റും, പിടിക്കാൻ പറ്റും, ഇടിക്കാൻ പറ്റും. ഇല്ല, പിണക്കൊന്നുമില്ല. എനിക്ക് ആരോടും പിണക്കില്ല. ഇപ്പൊ ഈ ഷഫീന ബീവി ഒക്കെ ആണെങ്കിൽ എന്നെ കരുത്തെറിയാന്ന് പറയുന്നത്. പക്ഷെ എങ്കിൽ പോലെ എനിക്ക് അവരോട് ആരോടും പിണക്കില്ല. അവരവരുടെ ഉപജീവനമാർഗം കണ്ടെത്തുന്നത്. എന്റെ പൊന്നു മോളെ, രേണുവിനെ നേരിട്ട് കാണുമ്പോൾ ഈ കാര്യങ്ങൾ ചോദിക്കാൻ എന്താണ് അത്ര തെറ്റ്? രേണു ഇത്ര വലിയ ആളൊന്നും അല്ല കേട്ടോ, പോലീസ് മജിസ്ട്രേറ്റ് ഒന്നും അല്ലല്ലോ. ഈ എന്താണ് നമുക്ക് ഒരു ക്യാമറ എടുത്ത് വെച്ചിട്ട് നമ്മൾ റൂമിൽ ഇരുന്ന് പറയാൻ തന്നെ ഉണ്ടെങ്കിൽ നിന്നെ കാണുമ്പോൾ നേരിട്ട് ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അത് ചോദിക്കുക തന്നെ. എന്തെങ്കിലും എന്റെ മുന്നിൽ വരുവാണെങ്കിൽ എന്ത് കോപ്രായ വച്ച കാണിക്കുന്നത് ഞാൻ നേരിട്ട് എന്റെ സ്വഭാവം വെച്ചിട്ട് ഞാൻ ചോദിക്കും കേട്ടോ. അപ്പം അങ്ങനെയുള്ള പേടിയൊന്നും നമുക്കില്ല. നമ്മൾ നേരിട്ട് ചോദിക്കേണ്ട നേരിട്ട് ചോദിക്കും. നേരിട്ട് കാണാൻ ഒരു അവസരം കിട്ടാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ സത്യമായിട്ട് വന്നിട്ട് കോട്ടയത്ത് വന്നിട്ടാണ് ഞാൻ സംസാരിക്കുമായിരുന്നു. നേരത്തെ ഞാൻ വീഡിയോസ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് രേണുവിന്റെ കമന്റ് ബോക്സിൽ പേഴ്സണലായിട്ട് ഞാൻ മെസ്സേജ് ചോദിച്ചിട്ടുണ്ട്, എന്ത് കോലങ്കട്ട വച്ച കാണിക്കുന്നതെന്ന്. അതിന് മറുപടി ഒന്നും കിട്ടിയിട്ടില്ല. അപ്പം നിങ്ങൾ സെലിബ്രിറ്റി ആയതുകൊണ്ടായിരിക്കും. അപ്പം നമുക്ക് ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് പറയാനും മടിയില്ല, നേരിട്ട് മുഖത്ത് നോക്കി ചോദിക്കാൻ യാതൊരു മടിയില്ലാത്ത ആൾക്കാരാണ്. അപ്പൊ അത് ഓർത്തിട്ട് എന്റെ പൊന്നു രേണു നീ വിഷമിക്കണ്ട കേട്ടോ.
അടുത്തത് ബിഗ് ബോസിൽ അഹങ്കാരം കാണിച്ച് നടന്ന ആർക്കും തന്നെ ഇപ്പൊ വർക്കുകളില്ല. എല്ലാവരും വീട്ടിലിരിക്കും. ആകെ ഉള്ളത് രേണുവിന് മാത്രം. ഇതെങ്ങനെ നോക്കി കാണുന്നു? അയ്യോ അങ്ങനൊന്നും പറയല്ലേ. അവര് എല്ലാവർക്കും ഓരോ അഹങ്കാരമൊന്നുമല്ല. നമുക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ സ്വഭാവങ്ങളുണ്ട്. അത് ഇപ്പൊ അഹങ്കാരമാണോ നമ്മൾ അങ്ങനെ പറയാം. ഞാൻ അങ്ങനെ പറയാം. ഞാൻ ആരെയും വിധിക്കാനുള്ള ഒരു യോഗ്യതയുള്ള ആളല്ല. നമ്മളെ കൊണ്ട് എന്താണ് പറ്റുന്നത് നമുക്ക് ചെയ്യും. നമുക്ക് വരാനുള്ള അവസരങ്ങൾ നമ്മളെ തേടി വരും. നമുക്ക് അടിപൊളി. ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം രേണുവിന് മാത്രമാണ് വർക്കുള്ളത്, ബാക്കി ആർക്കും അഹങ്കാരമാണെന്നാണ് പറയുന്നത്. എന്തുവാണ് ഈ പറയുന്നത്? അഹങ്കാരവും. ഇത് രേണുവിന് അഹങ്കാരത്തിന്റെ അല്ല. രേണു ഇവിടെ അസിസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ രേണുവിന്റെ കോമാളിത്തരമാണ്. കാരണം നിങ്ങളുള്ളതുകൊണ്ടാണ് രേണുവിന് ശരിക്കും വർക്ക് കിട്ടുന്നത്. കാരണം അവരുടെ ജീവിതം കൂടെ മിക്സ് കലർത്തിയാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇതുപോലെ ഒരു ഊടായ്പും കോൺസ്റ്റന്റ് നെഗറ്റീവ് ആയിട്ടുള്ള ഓരോരോ കോമാളിത്തരമാണ് രേണുവിന്റെ വായിന് വീഴുള്ളൂ. അതുകൊണ്ടാണ് രേണുവിന് വർക്ക് കിട്ടുന്നത്. അല്ലാതെ വേറെ വലിയ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒന്നുമില്ല. പിന്നെ അവളെ തന്നെ വിളിക്കുന്ന വിമൽകുമാർ എന്നല്ലേ. അപ്പം അങ്ങനെയൊക്കെ സെൽഫ് പ്രൊമോഷനിലൂടെ പുള്ളിക്കാരിക്ക് നിൽക്കാൻ അറിയാം. അങ്ങനെയാണ് പുള്ളിക്കാരി ഇവിടെ എസ് ചെയ്ത് പോകുന്നത്. അല്ലാതെ അവർക്ക് അഹങ്കാരം ഇവർക്ക് അഹങ്കാരം എന്നൊന്നും ഇല്ല. അപ്പം രേണുവിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ ഇതുപോലെ ഓരോരോ ഊടായ്പ ഉത്തരങ്ങൾ കിട്ടാനാണ് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അത് നിങ്ങൾക്ക് വേണ്ടുവോളം കിട്ടുന്നുണ്ട്. അത് വേണ്ടുവോളം കിട്ടുന്നത് തന്നെ നിങ്ങൾ ഇവരുടെ പുറകിൽ നടക്കുന്നു. ഇവരുടെ പുറകിൽ നിങ്ങൾ നടക്കുന്നതുകൊണ്ട് തന്നെ സ്റ്റോപ്പ് വരെ ഉദ്ഘാടനം ചെയ്യുന്നവർ രേണുവിനെ വിളിക്കുന്നു. കാരണം അവർക്ക് ഒരു ഫ്രീ പ്രൊമോഷൻ ആണ്. അപ്പൊ അത് അത്രേ ഉള്ളൂ കാര്യം. അതാണ് വിഷയം. ചേച്ചി ഈ ഇടയ്ക്ക് ഒരു ലേഡി യൂട്യൂബർ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ചേച്ചി കാലിരുന്ന റീൽസ് ഇട്ടപ്പോ സീറ്റ് ബെൽറ്റ് മാറ്റിയിട്ടെന്ന് പറഞ്ഞിട്ട് അതിനൊരു എന്താ പ്രതികരിക്കാറുള്ളത്? സീറ്റ് ബെൽറ്റ് പിന്നെ മാറ്റാതെ തലയെ കൊണ്ടിടാൻ പറ്റുമോ? ഇങ്ങനെയല്ലേ ഇടാൻ പറ്റത്തുള്ളൂ. കാണിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തെന്നാ പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, എന്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ റീൽ ഇടുന്നത് എന്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അതിപ്പോ കേരളത്തിലുള്ള ഇവർക്ക് ചർച്ച ചെയ്യേണ്ട കാര്യം എന്താണ്? എന്റെ സ്വാതന്ത്ര്യമാണ്. എന്റെ ഇൻസ്റ്റാ പേജ്, എന്റെ ഫോണ്, എന്റെ റീല്, എന്റെ ക്യാമറ, സീറ്റ് ബെൽറ്റ് തലയെ കൂടെ കെട്ടിയിടാൻ പറ്റുമോ സീറ്റ് ബെൽറ്റ്? പിന്നെ എന്തിനാണ് ഇതൊക്കെ ചർച്ച ചെയ്ത്? അതിന് ആവശ്യമില്ല. അവർക്ക് കണ്ടന്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? എന്നെ കൊണ്ട് എന്തായാലും ആരും മേടിക്കണം. എത്ര സന്തോഷം. ഇവിടെ രേണുവിനോട് ഒരു ക്വസ്റ്റ്യൻ സീറ്റ് ബെൽറ്റിന്റെ കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പം രേണു പറഞ്ഞു, അതിനാർക്കാണ് ഇത്ര സൂക്കേട്, ആർക്കാണ് ഇത്ര അറിയേണ്ടത്? ഞാൻ എന്റെ സീറ്റ്, എന്റെ കാറ്, എന്റെ കയ്യ്, എന്റെ ഇത്, എന്റെ മാല ഞാൻ ഇഷ്ടമുള്ള പോലെ കാണിക്കും. അതിനാർക്കാണ് ഇതിപ്പോ ഇത്ര പ്രശ്നം എന്നാണ് രേണു ചോദിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ബെൽറ്റ്, നിങ്ങളുടെ കാറ്, സീറ്റ്, പൊക്കിയും താത്തൊക്കെ കാണിക്കണമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീഡിയോ എടുത്ത് അത് സ്വന്തമായിട്ട് ഫോണിൽ വെച്ചിട്ട് കാണിച്ചാൽ പോരാ. എന്നിട്ട് പബ്ലിക്കിലോട്ട് ഇടുമ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ അഭിപ്രായം എടുത്ത് വെച്ച് പറയൂലേ. പിന്നെ അത് കാണുന്ന ഏത് കൊച്ചു കുട്ടിക്കും അറിയാം അത് എന്താണെങ്കിലും സീറ്റ് ബെൽറ്റ് മറിഞ്ഞു കിടന്നത് കൊണ്ടോ അത് മാറ്റിയിട്ടതൊന്നുമല്ല. ഒരു തുമ്പി ഫാൻ ആയതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് രേണുവിനും അറിയാം, മനഃപൂർവ്വം ഇട്ടിട്ടതാണെന്നറിയാം. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മള് ഇത് ഓഫ് ആക്കി വെച്ചാൽ കമന്റ് ബോക്സ് ഓഫ് ആക്കി വെച്ചു. ഇപ്പൊ ആ വീഡിയോ കാണാനില്ല. പകരം ചേച്ചി പുതിയൊരു സീറ്റ് ബെൽറ്റ് മാറ്റിക്കൊണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കമന്റ് ബോക്സ് ഓഫ് ആക്കി വെച്ചാലും കുറച്ച് സമാധാനം കിട്ടുമെന്ന് കരുതി. പക്ഷെ നിന്നില്ല, എല്ലാവരും തുരി എടുത്തിട്ടാലേക്ക്. പിന്നെ ആശാത്തിക്ക് എന്താണ് ആ വീഡിയോ റിമൂവ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പം എന്താണെങ്കിലും അക്കൗണ്ടിൽ ആ വീഡിയോ കാണാനില്ല. കുറെ അതിന് പകരമായിട്ട് കുറെ പ്രൊമോഷൻ വീഡിയോസ് കുത്തിക്കെട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറെ ഒരു സീറ്റ് ബെൽറ്റിന്റെ വീഡിയോ മാറ്റിയിട്ടുണ്ട് ആശാത്തി. അപ്പൊ അതുപോലെയാണ് പൊങ്കാല വന്നത്. അപ്പൊ അറിഞ്ഞു വെച്ചിട്ടാണ് ഈ ഒരുമാതിരി മെഴുകാൻ നിൽക്കുന്നത്. ആ കൂടുതൽ മെഴുകല്ലേ രേണു, അത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. കാണിക്കാൻ വേണ്ടിയാണെന്ന് ഞങ്ങൾ പറ. നിങ്ങളുടെ ഈ മെഡിക്കലാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് വിനയായിട്ട് വരുന്ന ഏറ്റവും വലിയ സംഭവം. മനസ്സിലായോ? രേണു ഡാൻസ് കളിക്കുന്ന സമയത്ത് ഏതവന നിർത്തലയുടെ എഴുത്തും വായന ഉള്ളവനെയൊക്കെ എന്തെങ്കിലും ഒരു ക്യാപ്ഷൻ ഇടാനെങ്കിൽ നിർത്തണം. അപ്പം രേണുവിന്റെ ഒരു വീഡിയോയ്ക്ക് അടി കൊടുത്ത ഒരു ക്യാപ്ഷൻ ആണിത്. അവൻ എന്താണ് ചെരുപ്പ് ഊരി എന്നെങ്ങാണ്ടാണ് ഉദ്ദേശിച്ചത്. അപ്പൊ അവൻ എഴുതിയിട്ടിരിക്കുന്നത് വേറൊന്നും, അവൻ ഉദ്ദേശിച്ചത് വേറൊന്ന്. ഈ വായിക്കുന്നവരെന്താണ് ഇനി അവൻ മനഃപൂർവ്വം ഇട്ടതാണോ എന്ന് അറിയത്തില്ല. ഇനി അടി കൂടെ ഒരു തട്ട് കൊടുത്തതാണോ എന്ന് അറിയത്തില്ല. അപ്പം ഇതൊക്കെയാണ് രേണുവിന്റെ ഇന്നലത്തെ വെച്ചിട്ടുള്ള കലാപരിപാടികൾ. കുറേയധികം ഒരു ഇതുമില്ലാത്ത ഒരു കുറെ കാര്യങ്ങൾ എന്തൊക്കെയോ വിളിച്ചു പറയും. പാവപ്പോയ കോടാലിയാണല്ലോ രേണുസുതി. അപ്പൊ നമുക്കൊന്ന് ചിരിക്കാം, നമുക്കൊന്ന് ചിന്തിക്കാനൊന്നുമില്ല. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ടോക്ക്, അത്രേ ഉള്ളൂ. അതാണ് രേണുവിന്റെ ഈ വീഡിയോ. ഇനിയുള്ള രേണുവിന്റെ പ്രധാനപ്പെട്ട വീഡിയോകളെല്ലാം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പം രേണു എപ്പോഴും പറയുന്നുണ്ട് എന്നെ വിറ്റ് ജീവിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ കാരണമാണ് രേണു അരി വാങ്ങുന്നത്. അപ്പൊ രേണു അരി വാങ്ങണം, നമുക്കും അരി വാങ്ങണം, ഈ പറയുന്ന ഓൺലൈൻ മീഡിയാസിനും അരി വാങ്ങണം. അപ്പം എങ്ങനെ നമുക്കൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് പോകാല്ലേ. അപ്പൊ അതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ചുമ്മാ ജസ്റ്റ് ഫൺ അങ്ങനെ കരുതാവുള്ളൂ. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.